അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമി ശരണം. ഇന്ന് വൃശ്ചികം 10. തിരുനട തുറന്നിട്ട് ഇന്ന് 10ാമത് ദിവസമാണ്. നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത്, കഥ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ശബരിമല ശ്രീധർമ്മശാസ്താവിൽ വീരമണികണ്ഠനും അതേപോലെ തന്നെ സ്വാമി അയ്യപ്പനും ആയി മാറിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. വിശദമായി ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ മാല ഇടുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണമില്ലാതെ വളരെ ലഘുവായി മാത്രം അത് സൂചിപ്പിക്കുന്നു, അറിയാൻ വേണ്ടി മാത്രം. വൃശ്ചികമാസം 1-ാം തീയതിയാണ് മാലയിടുന്നത്. അന്നത്തെ ദിവസം ഉത്രമാണെങ്കിൽ നന്ന്, അന്നത്തെ ദിവസം ശനിയാഴ്ചയാണെങ്കിൽ നന്ന്. ഉത്രം നക്ഷത്രത്തിനും ശനിയാഴ്ചയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും. ശബരിമലയിലെ വിഗ്രഹ പ്രതിഷ്ഠ നടന്ന ദിവസം ഉത്രം നക്ഷത്രമാണ്. അതാണ് പ്രത്യേകത. മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അനുഷ്ഠിക്കേണ്ട ആചാരക്രമങ്ങളെക്കുറിച്ചും വ്യക്തമാക്കിയിരുന്നു. അതും ആവർത്തിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം കെട്ടുനിറയോടടുക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. എത്ര ദിവസത്തെ വ്രതം? ആ വ്രതത്തെ സംബന്ധിച്ചിടത്തോളം 41 ദിവസമാണ് വ്രതം എടുക്കേണ്ടുന്നത് എന്ന് ഒരഭിപ്രായമുണ്ട്. അതല്ല, ആകെയുള്ള 65 ദിവസത്തിൽ കന്യക്കാർ 51 ദിവസത്തെ വ്രതം എങ്കിലും എടുക്കണം എന്നുള്ള ഒരു അഭിപ്രായവുമുണ്ട്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മകരവിളക്കിന് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു കന്യസ്വാമി അനുഷ്ഠിക്കേണ്ടുന്നത് എന്തൊക്കെ, എങ്ങനെയൊക്കെ എന്നതിനെക്കുറിച്ച് അതാണ് നമുക്കിത് വിശദമാക്കാനുള്ളത്. സ്നാനകർമ്മം, ഭക്ഷണം, ഇങ്ങനെ ഓരോന്നോ കഴിയുമ്പോൾ എത്ര പ്രാവശ്യം ശരണം വിളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓർത്തു നോക്കുക, കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് പറയാൻ സാധിച്ചിരുന്നത് എത്ര ലക്ഷം അഥവാ എത്ര കോടി അയ്യപ്പന്മാർ വരുന്നുണ്ട് എന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ അക്ഷരലക്ഷം ആവർത്തിച്ചാൽ ആ അക്ഷരലക്ഷം ആവർത്തിക്കുന്ന വാക്കേതോ അതൊരു മഹാമന്ത്രമായി തീരും എന്നൊരു സിദ്ധാന്തം നമുക്ക് നിലവിൽ എല്ലാവർക്കും അറിയാം. മന്ത്രങ്ങളാവുന്നത് അക്ഷരങ്ങളുടെ സമുച്ചയമാണ് മന്ത്രങ്ങൾ. ഓരോ അക്ഷരവും 1,00,000 പ്രാവശ്യം വീതം ആവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു മഹാമന്ത്രമായി തീരും. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ തയ്യാറാകുന്ന ആ സമയം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കേത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ചിലരെങ്കിലും പറയും ഞാൻ 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 എന്ന് പറയും. ഒരുപക്ഷെ അത് ശരിയായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കേത് എന്നതിൻ്റെ ഉത്തരം അമ്മ എന്ന പദമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ബാല്യം മുതൽ
വാർദ്ധക്യം വരെയുള്ള മരണശയ്യയിലേക്ക് കിടക്കുന്ന ആ അവസ്ഥയിലാണെങ്കിൽ പോലും വേദന കൊണ്ട്, ശാരീരികമോ മാനസികമോ ആയ വേദന കൊണ്ട് ഞെളിപിരിക്കൊള്ളുമ്പോഴും അച്ഛ എന്ന് വിളിക്കുന്നവരല്ല കൂടുതൽ, അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നവരാണ് കൂടുതൽ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഏത് എന്നതിൻ്റെ ഉത്തരം അമ്മ എന്ന പദമാണ്. നോക്കുക, അമ്മ എന്ന പദത്തിന് ശേഷമാണ് അച്ഛൻ. അമ്മ, അച്ഛൻ, ഗുരു, ദൈവം. ഈശ്വരന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 4ാമത് സ്ഥാനം മാത്രമാണ്. അങ്ങനെ 4ാമത് സ്ഥാനത്തുള്ള ഈശ്വരൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന് അമ്മ എന്ന പദത്തിൻ്റെ ആ അർത്ഥം മനസ്സിലായെങ്കിൽ ഒരു തീർത്ഥാടന കാലത്ത് മാലയിട്ട് യാത്ര ചെയ്യാൻ തയ്യാറാവുന്ന, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ചവിട്ടാൻ തയ്യാറാവുന്ന ഒരു തീർത്ഥാടകൻ ഒരു ദിവസം ചുരുങ്ങിയത് 9 പ്രാവശ്യം 9 തവണ ശരണം വിളിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും 61 ശരണവും മുതൽ 81 ശരണം വരെ. അപ്പം ശരാശരി 50-ന് മുകളിൽ 70 ശരണമെങ്കിലും നമ്മൾ ദിവസേന വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്നത് ഏത് കേന്ദ്രബിന്ദുവിനെ ആസ്പദമാക്കിയാണ് എന്നാലോചിക്കുക. നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നത് ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കുറിച്ചല്ല, സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ സുസ്മേരവദനമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അയ്യപ്പൻ എന്ന പദത്തിലൂടെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ രൂപമാണ്, ഭാവമാണ്. ആ രൂപഭാവഭാവാദികൾ മനസ്സിൽ വച്ചുകൊണ്ട് ഓരോ സ്വാമിയും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 81 പ്രാവശ്യം ജപിക്കുന്ന ശരണമന്ത്രം 40 ദിവസം കൊണ്ട് അഥവാ 41 ദിവസം കൊണ്ട് ഏതാണ്ട് 3300-3500 പ്രാവശ്യം ജപിക്കുകയാണ് ഒരു സ്വാമി. 4460 ലക്ഷം, വേണ്ട 230 ലക്ഷം, പകുതി ആളുകളെ നമ്മൾ കൂട്ടുന്നുള്ളൂ. 230 ലക്ഷം ആളുകൾ വരുന്നത് 3500 പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന ആ മഹാമന്ത്രം വിളിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുക, ശബരിമലയിലെ ഓരോ മണൽത്തരിയും ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠതരമാണ്, അത് പരമപവിത്രമാണ്. ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ആദ്യത്തേതും ഇത് തന്നെയാണെന്ന് അറിയുക. അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന ആ ദിവ്യമായ മന്ത്രം, ആ മന്ത്രം ലോകരക്ഷയ്ക്ക് അനുപമമായിട്ടുള്ളതാണ്. ആ മന്ത്രം അതിന് ഇത്രയും പ്രാധാന്യം കിട്ടാനുള്ള കാരണം വ്യക്തികളായ നമുക്ക്, കുടുംബത്തിന് പോലും ഭരദേവത എന്ന് പറയുന്ന സങ്കല്പമുണ്ടെങ്കിൽ ആ ഭരദേവത സങ്കല്പം വച്ച് രാഷ്ട്രത്തിന് ഭരദേവതാ സങ്കല്പമുണ്ട്, ഓരോ സംസ്ഥാനത്തിനും ഭരദേവതാ സങ്കല്പമുണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ടുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഭരദേവത സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ് എന്ന വസ്തുത ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ട് ഇപ്പോൾ നമ്മൾ മാലയിട്ട് നമ്മുടെ വ്രതം പൂർത്തിയായി ശബരിമലയ്ക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ, അതായത് കെട്ടുനിറയ്ക്കാനുള്ള സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്ത് എന്ന് ചിന്തിച്ചു നോക്കുക. സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ച വീരമണികണ്ഠൻ അതോടൊപ്പം തന്നെ സാക്ഷാൽ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. പക്ഷേ അതെല്ലാം അതേ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ കടക്കുന്നത് ആ ഭാഗത്തേക്കാണ്. ഇരുമുടി എന്ന് പറയുന്നത് എന്ത്? ഇരുമുടി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കച്ചത്തോർത്ത്, ആ ചെറിയ കച്ചത്തോർത്ത് അതിൻ്റെ 3 വശവും അടിച്ച് നടുവ് മാത്രം ഒരു ദ്വാരമിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വള്ളിയിട്ട് കഴിഞ്ഞാൽ അതിന് ഇരുമുടി എന്ന് പറയാനായിട്ട് സാധിക്കും. അതിനെ 3 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം മുൻകെട്ടും, രണ്ടാമത്തെ ഭാഗം പിൻകെട്ടും, നടുവിലുള്ള ഭാഗം നടുക്കെട്ടും. അങ്ങനെ ഇരുമുടി നമ്മൾ തയ്യാറാക്കി.
ഇരുമുടി തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്നത് 3 സഞ്ചികളാണ്. 3 സഞ്ചികളെന്ന് പറഞ്ഞാൽ വലിയ ചാക്ക് സഞ്ചികളൊന്നും ആവശ്യമില്ല. പരമാവധി വന്നാൽ 2 നാളികേരം കൊള്ളാവുന്ന തരത്തിലുള്ള വലിപ്പം മാത്രമേ അതിനാവശ്യമുള്ളൂ. അങ്ങനെയുള്ള 3 സഞ്ചികൾ ഇത്രയും തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ശബരിമല യാത്രയ്ക്ക് വേണ്ടുന്ന പുറത്തു നിന്ന് വാങ്ങേണ്ടുന്ന സാധനങ്ങളെല്ലാം തയ്യാറായി. അതിനുശേഷം വേണ്ടുന്നത് നെയ് നാളികേരം എന്ന് ഉദ്ദേശിക്കുന്ന മഹാമുദ്ര. ആ മുദ്ര നിറയ്ക്കുന്നതിനാവശ്യമായ നറുനെയ്യ്. ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് അടുത്തത് പ്രാധാന്യമുള്ളത്. ഇനി കെട്ട് നിറയ്ക്കാൻ വേണ്ടുന്നത് 3 വിളക്ക് വേണം. ആ 3 വിളക്കിലും ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ദീപം തെളിക്കുകയാണെങ്കിൽ 5 ദീപങ്ങളാകുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ 2 ദീപങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടും 2 ദീപങ്ങൾ ഓരോ വിളക്കിലും ഉണ്ടാവണം. ഭംഗിയായി തേച്ച് മിനുക്കിയ, അതേപോലെ തന്നെ വിളക്കിൻ്റെ നാരായത്തിൻ്റെ മുകളിൽ പരുന്തോ മറ്റു പക്ഷികളോ ഒന്നുമില്ലാത്ത കൂർപ്പിച്ച നാരായമുള്ള വിളക്കാണ് പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്നത് എന്ന വസ്തുത ആദ്യം ഓരോ സ്വാമിമാരും മനസ്സിൽ പൂർത്തിയായും ഉറപ്പിക്കണം. ഏറ്റവും ആദ്യത്തെ വിളക്ക് കത്തിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ വിളക്ക് വയ്ക്കുന്നത് ഗണപതി ഭഗവാനെ മനസ്സിലൂന്നിയാണ്. നടുവിലെ വിളക്ക് വയ്ക്കുന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമിക്കും, വലതുവശത്തെ വിളക്ക് വയ്ക്കുന്നത് അമ്മയ്ക്ക് അഥവാ ദേവിക്കും വേണ്ടിയിട്ടാണ്, മഞ്ചമാതാവിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പന്തലിൽ അഥവാ നമ്മൾ കെട്ടുനിറയ്ക്കുന്ന അവിടെ 3 വിളക്കാണ് വേണ്ടതെങ്കിൽ 1 വിളക്ക് കൂടി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ആ വിളക്ക് ഭരദേവത ക്ഷേത്രധ്യാനത്തോടുകൂടി വീടിനുള്ളിൽ വേണം കത്തിക്കാൻ. ആ വീടിനുള്ളിൽ കത്തിക്കുന്ന വിളക്ക് ഭരദേവത എനിക്ക് സമർപ്പിച്ച് അതിൽ വിളക്ക് ദീപം തെളിക്കുന്നതിനോടുകൂടി അതിൻ്റെ തട്ടിൽ ഒരു നാണയം ഇടാൻ മറക്കരുത്, ദേവതയ്ക്ക് സമർപ്പിക്കുന്ന ആ നാണയം. അതിനുശേഷം ആ വിളക്കിന് മുമ്പിൽ ചെയ്യേണ്ടുന്നത്, ആ വിളക്കിന് മുമ്പിൽ വിളക്കത്ത് വയ്ക്കുക അഥവാ ഗണപതിക്ക് വയ്ക്കുക എന്ന നിലയിൽ അവല്, മലര്, ശർക്കര, കൽക്കണ്ടം ഇത്യാദി സാധനങ്ങളും സാധിക്കുമെങ്കിൽ ഒരു നാളികേരവും സമർപ്പിക്കുന്നത് ഉത്തമമാണ്. വീണ്ടും നമ്മൾ പന്തലിലോട്ട് വന്നു. പന്തലിലെ വിളക്ക് വയ്ക്കുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞു, ആദ്യത്തെ വിളക്ക് ഗണപതിക്കും, രണ്ടാമത്തെ വിളക്ക് അഥവാ മധ്യത്തിലെ വിളക്ക് അയ്യപ്പസ്വാമിക്കും, മൂന്നാമത്തെ വിളക്ക് ദേവിക്കുമാണ്. അങ്ങനെ 3 വിളക്കുകൾ വച്ചു, ശരണം വിളിച്ചു. അതിൻ്റെ മുൻപിൽ 3 പീഠം വയ്ക്കണം. ആ പീഠത്തിൽ 3 മാറ്റുകൾ വയ്ക്കണം. മാറ്റ് എന്ന പദം ഞാൻ ഉപയോഗിച്ചത് എന്തർത്ഥത്തിലാണെന്നായിരിക്കും ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുക. മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കാൻ കൊടുത്ത മുണ്ട്, ഇന്നത്തെ പോലെ അല്ല, കഞ്ഞി മുക്കാതെ നീലം പിഴിഞ്ഞ മുണ്ട് എന്നും അതിനൊരർത്ഥം വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള മാറ്റ് വച്ച് ആ മാറ്റിന് മുകളിൽ അക്ഷതം വിതറി അതിനു മുകളിൽ കിഴക്കോട്ട് ദർശനമായി മുഖമുള്ള ഒരു നാളികേരം, ആ നാളികേരത്തിൻ്റെ മുകളിൽ അല്പം കൗങ്ങിൻ്റെ പൂക്കൊല, ഇത്രയും വച്ചാൽ ഏത് സങ്കല്പമാണോ, ആദ്യത്തെ സങ്കല്പം വേണ്ടുന്നത് ഗണപതിയാണ്, രണ്ടാമത്തെ സങ്കല്പം മധ്യത്തിലെ സങ്കല്പം വേണ്ടത് അയ്യപ്പസ്വാമിയാണ്, മൂന്നാമത്തെ വിളക്കിലെ സങ്കല്പം വേണ്ടുന്നത് അമ്മയാണ്. ഇത്രയും സങ്കല്പിച്ച് വിളക്കിൽ ദീപം തെളിച്ച് വിളക്കിൽ അല്പം ചന്ദനം തൊടിയിച്ച് തുളസിയില ചൂടിച്ച് അവിടെ ഈശ്വര സങ്കേതം എന്ന നിലയിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ അതിന് തയ്യാറാവുക. ഇപ്പം നമ്മൾ അതിൻ്റെ അനുസാരികളെല്ലാം അടുപ്പിച്ചു കഴിഞ്ഞു. ഇനി വിളക്കത്ത് വയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ ഒരു ലഘുപൂജ നടത്തുക. ഓരോ സങ്കല്പത്തിലുള്ള മൂർത്തികളെ അവിടെ ആവാഹിക്കുന്നതായി മനസ്സിൽ ധ്യാനിക്കുക. ആദ്യത്തേത് ഗണപതിയാണ്, രണ്ടാമത്തേത് അയ്യപ്പനാണ്, മൂന്നാമത്തേത് ദേവിയാണ്. ഇതിന് ശേഷം ഈ പൂജയ്ക്ക് എന്തെല്ലാം വേണം? വിളക്കത്ത് വയ്ക്കുന്ന 3 കൂട്ടങ്ങൾ. അതിനകത്ത് ആദ്യത്തേത് ഗണപതിയൊരുക്ക്, രണ്ടാമത്തേത് അല്പം പാനകമാകാം, മൂന്നാമത്തേത് കരിക്കാവാം, നാലാമത്തേത് പാലുമാകാം. ഇങ്ങനെ 4 കൂട്ടങ്ങൾ നേദ്യം കഴിഞ്ഞ് ഇത് 4ഉം പ്രസാദമായി മാറ്റുക. പന്തല് അഥവാ കെട്ടുനിറയ്ക്കുന്നിടം ശുദ്ധിയാക്കുക, തളിച്ച് ശുദ്ധിയാക്കുക. അതിനുശേഷം ഭഗവാൻ അയ്യപ്പസ്വാമിക്ക്
സമർപ്പിക്കാൻ തയ്യാറാവുന്ന കെട്ടുനിറയ്ക്കാനുള്ള ആദ്യത്തെ വസ്തു അവിടെ നമ്മൾ കൊണ്ടുവരുന്നു. എന്തെല്ലാമാണ് അതിൽ വേണ്ടുന്നത്? നല്ല ഒരു ഇലയിൽ, സൂചനിലയിൽ അവല്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരിങ്ങ, ഇത്രയും സാധനങ്ങളാണ് അതിൽ അത്യാവശ്യമായി വേണ്ടുന്നത്. അപൂർവം ചിലയിടങ്ങളിൽ ഒരു പൊതി അതിലിടാറുണ്ട്. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് അന്നത്തെ കാലത്ത് തണുപ്പിൻ്റെ അതുപോലെ തന്നെ അല്പം ലഹരിക്ക് താല്പര്യവുമുള്ള ഗുരുസ്വാമിമാരതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത് അന്നത്തെ കാലമാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെയൊന്നില്ല. കഞ്ചാവിന് ആവശ്യമില്ല. ചോദിച്ചാൽ അവർ പറയുന്നത് കടുത്തസ്വാമിക്കുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ കടുത്തസ്വാമിയല്ല, കൊണ്ടുപോകുന്ന ഗുരുസ്വാമി തന്നെയാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഞാൻ അതിനെതിരാണ്, അതുകൊണ്ട് അത് പറയുന്നുമില്ല. അപ്പോൾ വേണ്ടുന്നത് അവല്, മലര്, ശർക്കര, മുന്തിരിങ്ങ, കൽക്കണ്ടം ഇത്യാദി സാധനങ്ങൾ ഗണപതി ഒരുക്ക് എന്ന നിലയിൽ അവിടെ സമർപ്പിക്കുക. രണ്ടാമത്തെ വിളക്കായ അയ്യപ്പസ്വാമിയുടെ വിളക്കിന് മുമ്പിൽ ആദ്യം ഉണക്കലരി, ഒരിലയിൽ ഉണക്കലരി എടുത്ത് സമർപ്പിക്കുക. ആ ഉണക്കലരിയുടെ മുകളിൽ നെയ്യ് കൊണ്ടുവന്നിട്ടുള്ള കുപ്പി, അതിൽ വളരെ ശുദ്ധമായി നമ്മൾ ശേഖരിച്ചിരിക്കുന്ന ആ നെയ്യ്, ഏറ്റവും ചുരുങ്ങിയത് പശുവിൻ നെയ്യാണെന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തണം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് മാർക്കറ്റിൽ പലവിധ നെയ്കൾ കിട്ടുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ടും എഴുതിയിട്ടുള്ളത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? ഒന്നുകിൽ വിഷം എന്നാണ്, അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇത് ഉള്ളിലോട്ട് കഴിക്കാൻ പാടില്ല എന്നാണ്. നമുക്കുള്ളിലോട്ട്, അതായത് നമ്മുടെ വയറ്റിലോട്ട് കഴിക്കാൻ സാധിക്കാത്ത, ചെലുത്താൻ സാധിക്കാത്ത യാതൊരു പദാർത്ഥങ്ങളും നിങ്ങൾ ശബരിമലയ്ക്ക് കൊണ്ടുവരരുത്. ഇന്നത്തെ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത നെയ്ക്കകത്ത് ചേരുന്ന വസ്തുക്കൾ പറഞ്ഞാൽ തല പൊട്ടിത്തെറിച്ചു പോകും. അതുപോലത്തെ വൃത്തികെട്ട സാധനങ്ങളാണ്. വെട്ടുനെയ്യ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലും ഇതിൻ്റെ അകത്ത് ചേരുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആത്മീയ യാത്ര കൊണ്ട് നമ്മുടെ കുടുംബത്തിനും അതേപോലെ തന്നെ കുടുംബത്തിലുള്ള ആളുകൾക്കും അക്ഷന്തവ്യമായ അപരാധത്തിൻ്റെ ഏറ്റവും വലിയ കെട്ടാണ് അവരുടെ തലയിലേക്ക് നമ്മൾ വച്ചു കൊടുക്കുന്നത് എന്ന വസ്തുത മറക്കാതിരിക്കുക. ചെയ്യാനാകെ ഒന്നേ ഉള്ളൂ. ഏറ്റവും നല്ല തരത്തിൽ നാടൻ പാല് 2-3 കുപ്പി ഓരോ സ്വാമിമാരും 1-2 ദിവസം കൊണ്ട് വാങ്ങിച്ച് എടുത്ത് ആ പാൽ ഉറച്ച് അത് തൈര് കലക്കിയാൽ നിങ്ങൾക്ക് ഒരു മുദ്രയ്ക്ക് 1.5 തോളം നെയ്യ് ധാരാളമാണ്. അത്രയും നെയ്യെ ശബരിമലയ്ക്ക് കൊണ്ടുവരേണ്ടതുള്ളൂ. കാരണം ഇത് ഭഗവാനിൽ അഭിഷേകം ചെയ്യുന്നത് നമ്മൾ തന്നെ ആ ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുക എന്നുള്ളതാണ്. ആ തരം നെയ്യായിരിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് വിശദമാക്കിയത്. തീർന്നില്ല. ആ ഉണക്കലരി എടുത്തു വച്ച ഇലയിൽ വേണ്ടുന്നത് കൽക്കണ്ടം, മുന്തിരിങ്ങ, കദളിപ്പഴം നിർബന്ധമാണ് അതിലുണ്ടാവണം. അതേപോലെ തന്നെ ഒരു 5 രൂപയുടെയോ 3 രൂപയോ കാണിപ്പൊന്ന് എന്ന പേരിൽ വെറ്റിലയിൽ പൊതിഞ്ഞു കെട്ടി അതിനോടൊപ്പം സമർപ്പിക്കുക. അതെന്തിനു വേണ്ടി? 2 തരത്തിലുള്ള സങ്കല്പമാണ് അതിന് പിന്നിലുള്ളത്. ഒന്നാമത്തെ സങ്കല്പം, ഈ കാണിപ്പൊന്ന് ഭഗവാന് നേരിട്ടങ്ങ് സമർപ്പിക്കുകയാണ്. രണ്ടാമത്തെ സങ്കല്പം, ഈ കാണിപ്പൊന്ന് അഭിഷേകത്തിന് വേണ്ടി അവിടെ ദേവസ്വം ബോർഡിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളൊക്കെ ചെയ്യാറ് ഈ കാണിപ്പൊന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശബരിമല സന്നിധാനത്ത് നിന്ന് നടയ്ക്കുള്ളിലേക്ക് വലിച്ചെറിയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എറിയുന്ന ഏറ് നിർഭാഗ്യവശാൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തിലാണ് കൊള്ളുന്നതെങ്കിൽ അത് മഹാപാപമാണ്. അതുകൊണ്ടൊരു കാരണവശാലും അത് ചെയ്യരുത്. ഈ കാണിപ്പൊന്ന് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ആ കാണിക്ക വഞ്ചിയിലേക്ക് സമർപ്പിച്ചേക്കുക. അതുകൂടാതെ ഇതിന് വേണ്ടുന്നത്, അതിനും ഒരു സഞ്ചി എടുത്തു വയ്ക്കുക. 3 നാളികേരം പ്രത്യേകം മാറ്റി വയ്ക്കണം. പിന്നെ 3ാമത്തെ വിളക്കിൻ്റെ മുമ്പിലേക്ക് നമ്മളെത്തി. ആ വിളക്കിൻ്റെ മുമ്പിൽ ഒരു കൂട് മഞ്ഞപ്പൊടി നമ്മൾ കരുതണം. ആ മഞ്ഞപ്പൊടി ഒരു തൂശനിലയിൽ വേണം തയ്യാറാക്കാൻ. അല്ലാണ്ട്
ബ്രാൻഡഡ് മഞ്ഞപ്പൊടിയാണെന്ന് ഭഗവതി അറിഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ കൂട് മാറ്റാതെ പ്ലാസ്റ്റിക് കൂട്ടിൽ തന്നെ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ തയ്യാറെടുക്കരുത്. അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ 3 വരെയാകാം, ഒന്നിൽ കൂടുതൽ വെറ്റിലകൾ ചുരുട്ടിക്കെട്ടി ഈ മഞ്ഞപ്പൊടിക്ക് മുകളിൽ അമ്മയ്ക്ക് താമ്പൂലം സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തോടുകൂടി 2-3 വെറ്റിലയും ഒരു പഴുക്കയും, പഴുക്ക എന്ന് വ്യക്തമായിട്ട് പറയുന്നു, മുറിക്കാത്ത അടയ്ക്കാണ് പഴുക്ക എന്ന് ഉദ്ദേശിക്കുന്നത്, പഴുക്ക ഉൾപ്പെടെ അവിടെയും സമർപ്പിക്കുക. ഇത്രയും സാധനങ്ങൾ പന്തലിൽ ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും നമ്മുടെ കെട്ടുനിറയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരംഭിക്കേണ്ടുന്നത് എവിടെ നിന്ന്? കന്നിമൂല ഗണപതി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള വസ്തുക്കൾ ഗണപതിക്ക് വെച്ച വിളക്കിൻ്റെ മുമ്പിലാണ് നമ്മൾ വച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സഞ്ചിയിൽ ഈ സാധനങ്ങൾ ഗുരുസ്വാമി കെട്ടി അതെടുക്കും, അതേ ഇലയിൽ തന്നെ സമർപ്പിക്കും. രണ്ടാമത്തെ ഇലയിലേക്ക് വരുമ്പോൾ, അയ്യപ്പസ്വാമിയുടെ സമീപത്തുള്ള ഇലയിലേക്ക് വരുമ്പോൾ, ആ ഇലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ മുദ്ര നാളികേരത്തിലെ നെയ്യ് നിറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ നെയ്യ് നിറയ്ക്കാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് മുദ്ര നാളികേരത്തിന് വേണ്ടി തയ്യാറാക്കിയ തുളച്ച നാളികേരത്തിൽ ജലാംശം ഒട്ടുമില്ല എന്ന് ഉറപ്പുവരുത്തുക. തലകുത്തി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ളമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഇറ്റിറ്റ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞ് ആ നാളികേരം കർപ്പൂരം കത്തിച്ച് ആരതി കൊടുത്ത് ആ നാളികേരത്തിൽ മുദ്ര നിറയ്ക്കുക. ശുദ്ധമായ ഒരു കാർക്ക് കൊണ്ട് അടച്ച് പപ്പടം അതിന് സീൽ ചെയ്ത് ഒരു കഷ്ണം തുണി അതിന് മുകളിൽ ഒട്ടിച്ചു കഴിയുമ്പോൾ മുദ്ര നാളികേരത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ പൂർത്തിയായി. ഇനി മൂന്നാമത്തെ വിളക്കിങ്കലേക്ക് വരുമ്പോൾ അത് ഒരു സഞ്ചിയിലേക്ക് 3 കുടന്തയായി ആ മഞ്ഞപ്പൊടി വാരിയിടുക. അതേപോലെ തന്നെ പഴുക്കയും വെറ്റിലക്കെട്ടും ഇതിനുള്ളിലേക്ക് ഇടുക. അങ്ങനെ അതും നമ്മൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് ഇരുമുടിയാണ് നിറയ്ക്കാനുള്ളത്. ആ ഇരുമുടിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് മുൻകെട്ടാണ്. ആ മുൻകെട്ടിലെ ഭാഗം വൃത്തിയാക്കി ആദ്യമേ തന്നെ ഒരു സങ്കല്പം ചെയ്ത് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന സങ്കല്പം ചെയ്ത് ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെറ്റില, മുറിക്കാത്ത അടയ്ക്ക, അതേപോലെ തന്നെ ഒരു നാണയം ഇത്യാദി അവിടെ സമർപ്പിക്കുക. അതിനുശേഷം ഒരു നാളികേരം തൻ്റെ തലയ്ക്കൊഴിഞ്ഞ് 18-ാം പടി കയറാനുള്ള അനുമതി എനിക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച്, അതിനെന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് 18-ാം പടി കയറാനുള്ള ഭഗവാന്റെ അനുവാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാളികേരം ഈ കെട്ടിൻ്റെ മുൻകെട്ടിൽ ആദ്യമായി സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുന്ന ആ നാളികേരം ഏറ്റവും അവസാനം മാത്രമേ അത് നമുക്ക് പുറത്തെടുക്കാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടുന്നത് ഗണപതി ഒരുക്ക് എന്ന നിലയിൽ തയ്യാറാക്കി നമ്മൾ നിറച്ചു വെച്ച ആ ചെറിയ സഞ്ചി ഈ മുൻകെട്ടിലേക്ക് ഇടുക, ഒന്നാമത്തേത്. രണ്ടാമത്തേത് അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കേണ്ട നെയ്യഭിഷേകത്തിനുള്ള ആ ഭാഗമാണ്. അങ്ങനെ നെയ്യഭിഷേകത്തിനുള്ളത് നമ്മൾ നിറച്ചു വച്ചത് അതും ഈ സഞ്ചിയിലേക്ക് നിറയ്ക്കുക. അങ്ങനെ 2 ഭാഗങ്ങൾ പൂർത്തിയായി. മൂന്നാമത് അയ്യപ്പസ്വാമിക്കും ഗണപതിക്കും കഴിഞ്ഞ് ദേവിക്ക് ഉള്ളതാണ് അടുത്തത്. അങ്ങനെ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയും സമർപ്പിച്ചു കഴിയുമ്പോൾ കെട്ടുനിറയുടെ ആദ്യ ഭാഗം പൂർത്തിയായി. അതിനുശേഷം ആ മുൻകെട്ടിലേക്ക് തന്നെ ഓരോ പിടി അരി, യാത്ര പുറപ്പെടുന്ന സ്വാമി ഏറ്റവും അവസാനവും അച്ഛൻ, അമ്മ, കുട്ടികൾ ഇവരെല്ലാവരും ആദ്യവും, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അരിയിട്ട് കഴിഞ്ഞിട്ട് സാധകൻ അഥവാ ആ സ്വാമി തൻ്റെ കൈകൊണ്ട് 3 പിടി അരിവാരി അതിലിട്ട് കെട്ടുനിറയുടെ ആദ്യ ഭാഗം പൂർത്തിയാക്കുക. തനിക്ക് ശബരിമല ചെല്ലുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ, അതേപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ, ചെറിയ പായ, ഇതുപോലെയുള്ള സാധനങ്ങൾ പിൻകെട്ടിലാക്കുക. ഏറ്റവും അവസാനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു കല്ല് കഴുകി കൊണ്ടുവന്ന് അയ്യപ്പസ്വാമിയുടെ വിളക്കിൻ്റെ, അതായത് നടുവിളക്കിൻ്റെ മുമ്പിൽ അതും സമർപ്പിക്കുക.
ഭക്ഷണം കഴിക്കാൻ സമയമായെങ്കിൽ രാവിലത്തെ കാപ്പി, അത് ഉച്ച സമയമാണെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം, ഇതെല്ലാം കഴിഞ്ഞ് ചവിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കെട്ട് താങ്ങിത്തരുന്നത് ഗുരുസ്വാമിയും കെട്ട് നിറച്ച സ്വാമിയും അതേപോലെ തന്നെ അച്ഛനും അമ്മയും ചേർന്നാണ് എന്നത് അറിയുക. ഈ സമയത്ത് ഈ കൊണ്ടുവന്നിട്ട കല്ല് കഴുകി വെടിപ്പാക്കി ആ കല്ലിൽ കർപ്പൂരം കത്തിച്ച് ഒരു ദീപം കത്തിച്ചു വെച്ച് ഈ വിളക്കുകൾക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് കെട്ടു താങ്ങി എടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ പ്രദക്ഷിണം ഈ വിളക്കിന് നേരെ വന്നു കഴിയുമ്പോൾ, ഭഗവാനെ, ഞാൻ അങ്ങയെ ദർശിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ സവിധത്തിലേക്ക് വരികയാണ്, ശബരിമലയ്ക്ക് വരികയാണ്. ഞാനിവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവും ഇവർക്ക് ഉണ്ടാവാൻ ഇടവരാതെ ഞാൻ വരുന്നിടം വരത്തേക്ക് എൻ്റെ കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള രക്ഷയും അവിടുന്ന് വേണം നൽകാൻ. അതുകൊണ്ട് അങ്ങേക്ക് ഈ നാളികേര ബലി സമർപ്പിക്കുന്നു എന്ന ഭാവേന ഒരു നാളികേരം അടിച്ച് താൻ തിരിച്ചു വരുന്നിടം വരത്തേക്കും അയ്യപ്പ ഭൂതഗണങ്ങളിൽ ഒരാളുടെ പൂർണ്ണമായ സംരക്ഷണം തങ്ങളുടെ കുടുംബത്തിന് ഉണ്ട് എന്നുള്ള വിചാരത്തോടും വിശ്വാസത്തോടും കൂടി തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുന്നതോടുകൂടി ശബരിമല യാത്രയുടെ ആദ്യ ഭാഗം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ നാളികേര ബലി നൽകിയ ആ കല്ല് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുകയും അത്യപൂർവം സ്ഥലങ്ങളിൽ ഇന്നും കത്തിച്ചു വയ്ക്കുന്ന അകത്തെ വിളക്ക് കെടാവിളക്കായി ഈ സാധകൻ പോയി തിരിച്ചു വരുന്നിടം വരെ സൂക്ഷിക്കുന്ന ചരിത്രവുമുണ്ട്. ആധുനിക കാലത്താണ് ഇത് സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നത്. പക്ഷേ പൗരാണിക കാലത്ത് കത്തിച്ചു വയ്ക്കുന്ന ആ വിളക്ക് ഒരു കാരണവശാലും സാധകൻ അഥവാ സ്വാമി തിരിച്ചു കഴിയാതെ, തിരിച്ചു വന്ന് മാലയൂരാതെ കെടുത്തുന്നതിന് തയ്യാറല്ലായിരുന്നു. അഥവാ ഇനി ഏതെങ്കിലും കാരണവശാൽ വിളക്ക് കെട്ടുപോയാൽ അങ്ങനെ കെടുന്ന ആ വിളക്ക് അപകടമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള നിലയിൽ അത്രമാത്രം സങ്കടവും പല വീടുകളിലും ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. അത്രയ്ക്കും ശ്രദ്ധയോടുകൂടിയാണ് ആ വിളക്കിനെ പരിചരിച്ചിരുന്നത് എന്നുള്ളതറിയുക. ഇവിടെ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ച് ഏറ്റവും അടുത്ത ക്ഷേത്രത്തിലെത്തി അവിടെ ദർശനം നടത്തി അവിടുന്ന് ദേവന്റെ അനുമതിയോടുകൂടി നമ്മൾ യാത്ര മുന്നോട്ടേക്ക് എവിടെയാണ് എത്തിയത് ആദ്യ താവളം എന്നോ ആദ്യ കോട്ട എന്നോ പറയാൻ കഴിയുന്ന എരുമേലി കോട്ടയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താ എരുമേലി കോട്ടയുടെ പ്രത്യേകത? എരുമേലിലെ അവിടെ നിന്നാണ് മഹിഷിയെ വധിക്കുന്നതിന് പോയതും വീരമണികണ്ഠസ്വാമി മഹിഷിയെ വധിക്കുന്നതിന് പോയത് എരുമേലിൽ നിന്നാണ്. ഉദയനനെ വധിക്കുന്നതിന് വേണ്ടി പോയ സാക്ഷാൽ അയ്യപ്പസ്വാമിയും പോയത് എരുമേലിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ എരുമേലി ക്ഷേത്രത്തിൻ്റെ മഹത്വപൂർണമായ ആ ബോധ്യം എരുമേലിലെ പേട്ട തുള്ളുക എന്നുള്ളതാണ്. എന്താണ് എരുമേലിലെ പേട്ട? നമ്മൾ വ്യക്തമായി പറയുന്നത്, അയ്യപ്പൻ എൻ്റെ അകത്ത് ഓം, സ്വാമി നിൻ്റെ അകത്ത് ഓം. ധൃതിയിൽ അത് പറഞ്ഞാണ് അയ്യപ്പതിന്തകത്വവും എന്നായത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം അറിയുക, ഇത് അസാധാരണമായ ഐക്യത്തിൻ്റെതായ ഒരു വേദിയാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമല എന്ന് പറയുന്ന ഈ വേദിയിൽ നമുക്കറിയേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ശബരിമലയിലെ പേട്ട ആരംഭിക്കുന്നത് എവിടെ നിന്ന് എന്നാണ്. അതിനൊരു സംശയവും വേണ്ട, കൊച്ചമ്പലത്തിൽ നിന്ന് എന്നറിയാം. കൊച്ചമ്പലത്തിൽ എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന്, അതായത് എരുമേലിയിൽ നിന്ന്, വലിയ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 400-500 മീറ്ററിൽ താഴെയുള്ള ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആ കൊച്ചമ്പലത്തിൻ്റെ പിറകുവശത്തു കൂടിയാണ് നമ്മൾ നേരത്തെ കാനനപ്പാതയിലൂടെ യാത്ര ആരംഭിക്കുമായിരുന്നത്. ഇന്ന് എരുമേലിലെ കൊച്ചമ്പലത്തിൻ്റെ വശത്തുകൂടി ടാറിട്ട റോഡ് വന്നതുകൊണ്ട് ആ സ്ഥലം, അതായത് കാനനപ്പാതയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥലം
നമ്മൾ ഒഴിവാക്കി. ആ ഒഴിവാക്കിയത് വളരെ ദുര്യോഗപൂർണമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ആ കാനനപ്പാതയുടെ തുടക്കത്തിലാണ്, അല്ലെങ്കിൽ കൊച്ചമ്പലത്തിൽ നിന്ന് നമ്മൾ പോകുന്ന കാനനപ്പാതയിലാണ് പുത്തൻ വീട് എന്ന് പറയുന്ന ആ സങ്കേതം ഇന്നും ഭഗവാന്റെ ഒരു വാളുകൊണ്ട് എന്ന് സങ്കല്പിച്ച് ഒരു വാള് പൂർണ്ണമായിട്ടും നമുക്ക് ദർശനയോഗ്യമായി വെച്ചുകൊണ്ട് അവിടെ ആളുകൾ കഴിയുന്നത്. എന്തായാലും ഈ കാനനപ്പാതയിലൂടെയുള്ള യാത്ര ചെന്നെത്തി നിൽക്കുന്നത് കാളകെട്ടിയിലാണ്. കാളകെട്ടി മഹിഷി മർദ്ദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം പരസ്പര പൂരകങ്ങളും പരസ്പരം കെട്ടുപിണഞ്ഞും കിടക്കുന്ന ഈ കഥകളിൽ ഈ പറഞ്ഞ എരുമേലിലെ പേട്ട എന്ന് പറയുന്നതിൻ്റെ കാലാവധി അവസാനിക്കുന്നത്, അല്ലെങ്കിൽ പേട്ടയുടെ കാലാവധി എന്ന് പറയുന്നത് മകരവിളക്കിൻ്റെ 3 ദിവസം മുമ്പ് അമ്പലപ്പുഴ ആലങ്ങാട് സംഘക്കാർ വന്നു ചേരുമ്പോഴാണ് എന്ന വസ്തുത അറിയണം. അപ്പോൾ ആ അമ്പലപ്പുഴ ആലങ്ങാട് പേട്ട സംഘത്തോടൊപ്പം മറ്റു പല സംഘങ്ങളും ഉണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, അമ്പലപ്പുഴ സംഘം പേട്ട കെട്ടാൻ തയ്യാറായി വരുന്ന ദിവസം അവർ പേട്ട കെട്ടി നേരെ വാവർ പള്ളിയിൽ പോകുന്നു. അവിടെ ദർശനം നടത്തുന്നു. അവിടെ ദർശനത്തിന് ശേഷം അവർ തിരിച്ചിറങ്ങി പോരുമ്പോൾ ആ കൂട്ടത്തിൽ വാവർ സ്വാമി കൂടി പോയി എന്ന് ഉള്ളൊരു വിശ്വാസവും സങ്കല്പവും നിൽക്കുന്നത് കൊണ്ട് ആലങ്ങാട്ടുകാർ അവിടെ കയറാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നതൊരു വസ്തുതയാണ്. ഇവിടെ വളരെ ഗൗരവപൂർണമായി ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ സംബന്ധിച്ചും അടുത്ത എപ്പിസോഡിൽ 11ാമത് എപ്പിസോഡിൽ വിശദമായി പേട്ടകെട്ടിനെ കുറിച്ച്, അതിൻ്റെ നടപടികളുടെ അവസാന ഭാഗത്തെക്കുറിച്ചും എല്ലാവർക്കും ബോധ്യപ്പെടേണ്ട കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കേണ്ടതുള്ളതുകൊണ്ട് 11ാമത് എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. 11ാമത് എപ്പിസോഡിൽ വരാവുന്നത് പേട്ട കെട്ടുന്നതിൻ്റെ പ്രത്യേകത, അത് അവസാന ദിവസം എന്ന് പറഞ്ഞാൽ എന്നാണ് ഇത് ചെയ്യേണ്ടുന്നത്. ഇന്ന് കാലമൊന്നുമില്ല, എല്ലാവരും എല്ലായ്പ്പോഴും ആര് വന്നാലും പേട്ട കെട്ടുക, തുള്ളുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ പേട്ടകെട്ടിൻ്റെ പ്രത്യേകത നഷ്ടപ്പെട്ടിരിക്കുന്നു. വേണ്ടുന്നത് ജനുവരി മാസം 12-ാം തീയതി. ഈ വിശദമായ വിവരങ്ങൾ നമുക്ക് 11ാമത് എപ്പിസോഡിൽ വിശദമാക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.